നിരന്തരം പറയാൻ ശ്രമിക്കും. അപ്പോൾ ഈ അൽഗോരിതത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഓവർ ഇൻഫ്ലുവൻസിന്റെ ഭാഗമായി അങ്ങനെ ഒരാളെ വലിയ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഞാൻ പറയുന്നത് വളരെ സിൻസിയറായിട്ട് പണിയെടുക്കുന്ന, വളരെ സിൻസിയറായി ജനങ്ങളുമായി സംവദിക്കുന്ന ഒരാൾ അവിടെ പരാജയപ്പെടാൻ സാധ്യത അത് കാരണം സംഭവിക്കും. അപ്പൊ അതാരാ തിരിച്ചറിയുന്നത്? ജനങ്ങളാണ് തിരിച്ചറിയുന്നത്. ആർക്കാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി ചെയ്യാൻ കഴിയുന്നത്? സരോജ കാര്യം വളരെ ശരിയാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്ന വലിയ റീച്ചുള്ള ആളുകളൊക്കെ സ്വയംഭൂ ഇത് റീച്ചായിട്ടുള്ള ആളുകൾ വളരെ കുറവാണ്. ഇപ്പൊ എല്ലാം ഈ മണി ബേസ്ഡ് ആണ്, പേയ്മെന്റ് ആണ്, പെയ്ഡ് ബൂസ്റ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ. രാഷ്ട്രീയക്കാർക്ക് പെയ്ഡ് ബൂസ്റ്റിംഗ്. കാരണം ഞാൻ ചില സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഫിലിം നടത്തുമ്പോഴത്തേക്കും 50-60 ലൈക്കൊക്കെ ആകുമ്പോഴത്തേക്കും എന്റെ സഹപ്രവർത്തകരുടെ ആളുകൾ ഇതിനൊക്കെ കൊണ്ടുള്ള എനിക്ക് ലൈക്ക് എന്ന് പറഞ്ഞ നീ വല്ലപ്പോഴും ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ആദ്യം ഈ ബൂസ്റ്റ് എന്റെ കൂടെ എന്റെ നടക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരുടെ ആളുകൾ ഞാൻ ഈ ബൂസ്റ്റിങ്ങിനെ പറ്റി ചോദിച്ചപ്പോൾ അത് ചെറിയ പൈസ ഞാൻ പലപ്പോഴും തന്നാൽ ഞാൻ ബൂസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയും. നമ്മൾ അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന സാധനം എനിക്ക് വേണ്ട. ആ കാശ് ഉണ്ടാക്കി നമ്മൾ ഈ ബൂസ്റ്റ് പേര് കഴിഞ്ഞു അത് ശരീരത്തിൽ കിടക്കുന്നു. വെറുതെ ഈ ബൂസ്റ്റ് ചെയ്ത് നാട്ടുകാർക്ക് കാണിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോകാം എന്നൊരു. അപ്പോ ഈ പറയുന്ന പോലെയുള്ള സ്വാധീനം ശരിയല്ല. അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയം മാത്രം ചില ആളുകൾ വളരെ നല്ലതാണെന്നും ചില ആളുകൾ ചില പദ്ധതികൾ വളരെ നല്ലതാണെന്നും ഈ നാട്ടിൽ ഇയാളില്ലെങ്കിൽ ഈ നാട് തന്നെ കുറിച്ചുള്ള രീതിയിലാണ് ഈ പറയുന്നത് പോലെ കുറെ ഇൻഫ്ലുവൻസ് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ എല്ലാവരും ബോധ്യപ്പെടേണ്ട ആളുകൾ ഈ ഇരിക്കുന്ന പൊതുജനം തന്നെയാണ് എന്നുള്ളതാണ്